ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദ പറയുകയാണ്, ഞാൻ ഏതായാലും കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കാൻ പോവുകയാണ് സാറേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഗൗതം, അതിനാ ലീവ് എടുക്കുന്നത് കുറച്ച് ദിവസത്തേക്ക്? അതിൻ്റെ ആവശ്യമില്ല. അല്ല, പിങ്കിയുടെ കാര്യങ്ങളെല്ലാം എനിക്കിനി നോക്കി നോക്കി നടത്തണ്ടേ, അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ദിവസം ലീവ് എടുത്തല്ലേ മതിയാവുള്ളൂ. അതിന് ലീവ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. പിങ്കിയുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ കുറേ ആൾക്കാർ നോക്കുന്നത് പോലെ ആകോ ഗൗതം സാർ? ദേ, കുഞ്ഞിൻ്റെ അമ്മ തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അതുകൊണ്ട് ഞാൻ പിങ്കിയുടെ കാര്യങ്ങളെല്ലാം നോക്കാമെന്ന് വിചാരിച്ചു. ഗൗതം സാർ, നീ തടസ്സമൊന്നും നിൽക്കരുത്. ശരി ശരി, ഇനിയിപ്പോൾ ഞാൻ തടസ്സമൊന്നും നിൽക്കുന്നില്ല. എന്താ പോരെ? നീ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോ, പിങ്കിയുടെ കാര്യങ്ങൾ നോക്കിക്കോ. അതിനിപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ വഴിക്ക് വാ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗൗതം നിൽക്കുന്നു. അങ്ങനെ പിന്നീട് ഗൗതത്തിൻ്റെ അച്ഛനെ കാണിക്കുകയാണ്. അപ്പം അച്ഛനാണെങ്കിൽ മോഹിനിയുടെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. അർജുൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചായിരുന്നു, മനസ്സ് വല്ലാതെ തളർന്നു പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു പേരക്കുട്ടി ജനിക്കാൻ പോകുന്ന അറിഞ്ഞപ്പോഴേക്കേ എൻ്റെ മനസ്സിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച ഒരു പ്രതീതിയാണ്. എന്താണെന്നറിയില്ല, ഒരു മനസ്സിൽ വളരെ ആശ്വാസവും ഒക്കെ തോന്നുന്നുണ്ട്. മോഹിനി, ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഏതായാലും ഒരു പേരക്കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ ഞാൻ പറയാം. ഇവിടെ മൂത്ത മരുമകളായിട്ട് കയറി വന്നത് പവിത്രയാണല്ലോ. പ്രായത്തിൽ ഇളയതാണെങ്കിലും ഇതുവരെയായിട്ടും അവർക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. ദേ, എൻ്റെ മകനോടും ഞാനതൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം കേട്ട പവിത്രയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യവും ഒക്കെ വരികയാണ്. അങ്ങനെ പവിത്രയാണെങ്കിൽ നിങ്ങൾ എന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അതായത് അമ്മയുടെ മകനോട് തന്നെ പറയണം കാര്യങ്ങളെല്ലാം. അമ്മയുടെ മകന് കുടുംബജീവിതം ഒന്നല്ലല്ലോ. അല്ലെങ്കിലും പകലെവിടെയാ അമ്മയുടെ മകനെ കാണാനായിട്ട് പറ്റുന്നത്? എങ്ങും കാണാനായിട്ട് പറ്റുന്നില്ല. പിന്നെ കട 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 മാത്രം തന്നെ. ഇപ്പോൾ അമ്മയുടെ മകൻ ലൈഫ് തന്നെ ആ കടയാണ്. അതുകൊണ്ട് അമ്മയുടെ മകൻ ആ കടയിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞു മാറി നിൽക്കട്ടെ. അതിനുശേഷം ആലോചിക്കാം ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണോ വേണ്ടെന്നൊക്കെ. എനിക്കൊരു കുഞ്ഞിനെ താലോലിക്കാനൊക്കെ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അമ്മയുടെ മകനും കൂടി അത് വിചാരിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പം ലക്ഷ്മി ചായയായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പം ചായ അങ്ങോട്ട് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിൻ്റെ അച്ഛൻ പറയുകയാണ്, ഇതെന്താ ലക്ഷ്മി, ചായ ചോദിച്ചിട്ട് കുറച്ചു നേരം ആയില്ലേ, എന്നിട്ട് ഇപ്പോഴാണ് ആ ചായ കൊണ്ട് വരുന്നത്? അയ്യോ, അത് പിന്നെ ഞാൻ ആദ്യം ചായ തിളപ്പിച്ചപ്പോൾ തന്നെ പിങ്കിക്ക കൊണ്ടു കൊടുക്കാനായിട്ട് പോയത്. ഇപ്പം പിങ്കിയായി വലുതല്ലേ? ഭർത്താവിനേക്കാളും വലുതായി പിങ്കി അല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇനി കുറച്ച് മാസത്തേക്ക് അങ്ങനെ തന്നെ കരുതിക്കോ. പിങ്കിയുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കണ്ടേ? എന്നാലല്ലേ അവളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അടിപൊളിയായിട്ട് വളരുള്ളൂ. അവളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ നിങ്ങളുടെ പേരക്കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹമൊക്കെ ഉടനെ തന്നെ സാധിക്കും. പക്ഷേ ഞാൻ എങ്ങനെയാണോ ഈ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനായിട്ട് പോകുന്നത്? ഇത് കേട്ട പവിത്ര, വേണ്ട 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 വേണ്ട, ഇനി ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ആദ്യം അമ്മയുടെ മകനെ പോയി ഉപദേശിക്കുക, എന്നിട്ട് മതി എന്നോട് സംസാരിക്കില്ല. അപ്പോഴാണ് നമ്മുടെ ഗൗതം യൂണിഫോം കൊടുത്ത് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗൗതത്തോട് ലക്ഷ്മി ചോദിക്കണം, എന്താ നന്ദ എവിടെ? നന്ദ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? ഇല്ല, അവൾ പോകുന്നില്ല, അവൾ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കാൻ പോകുന്നെന്നാണ് പറയുന്നത്. അപ്പം ഇത് കേട്ട ഗൗതത്തിൻ്റെ അച്ഛനാണെങ്കിൽ, അല്ല ലീവ് എടുക്കാനോ? എന്താണ് ലീവ് എടുക്കാനായിട്ട് പോകുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അവൾ പറയുന്നത് പിങ്കിയുടെ കാര്യങ്ങളെല്ലാം ഇനി എനിക്ക് അവൾക്ക് നോക്കണമെന്ന്. അതുകൊണ്ട് പിന്നെ ഞാനതിൽ തടസ്സമൊന്നും നിന്നില്ല, അവളോട് നോക്കിക്കോളാൻ പറഞ്ഞു. നമ്മളായിട്ട് എന്തിനാ തടസ്സം നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗതം നിൽക്കുന്നത്. അപ്പോൾ ഗൗതത്തിനോടാണെങ്കിൽ, അതേ മോനെ, നീയേ പോകുന്നതിന് മുമ്പ് തന്നെ പിങ്കി ഒന്ന് കണ്ടിട്ട് പോ. പിങ്കിയെ കാണാനോ? അതെന്തിനിപ്പോൾ പിങ്കിയെ കാണുന്നത്? മോനെ, ആവശ്യമുണ്ട്. കാരണം ഇനി നീ വരുമ്പോഴും പിങ്കിയോട് യാത്ര പറഞ്ഞിട്ട് വന്ന, അതേപോലെ തന്നെ പോകുമ്പോഴും യാത്ര പറഞ്ഞിട്ട് പോണം. അതാണ് വേണ്ടത്. ഇത് പിങ്കിക്ക് വേണ്ടിയല്ല. പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നതേ നിന്റെ കുഞ്ഞാണ്. ഇനിയിപ്പോൾ നിന്റെ ആ പ്രസൻസ് പിങ്കിയെ വളരെയേറെ ആശ്വാസപ്പെടുത്തും. അത് നിന്റെ കുഞ്ഞിനെ തന്നെയാണ് ബാധിക്കാനായിട്ട് പോകുന്നത്. നല്ലൊരു മിടുക്കനായ കുഞ്ഞ് തന്നെ നിനക്ക് പിറക്കണ്ടേ? അപ്പോൾ പിന്നെ നിന്റെ പ്രസൻസ് പിങ്കിക്ക് ആവശ്യമാണ് എന്നൊക്കെ പറയണം. അത് വേണം മോനെ, നീ പോയി ചെല്ല്. നീ പിങ്കിയോട് ഒരു യാത്ര പറയാനല്ലേ പോകുന്നത്? അതിനിപ്പോൾ എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? നീ ചെല്ല്. ശരി, എങ്കിൽ പിന്നെ ഞാൻ ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അതിന് സമ്മതിക്കുകയാണ്. ഇതേ സമയം തന്നെ പിങ്കി ആണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട്, ഗൗതം സാർ,
ഗൗതം, എന്താ ഗൗതം എൻ്റെ റൂമിലേക്കൊന്നും വരാത്തത്? ഗൗതത്തിൻ്റെ കുഞ്ഞിനെ ഞാൻ വയറ്റി ചുമന്നതിൻ്റെ കാരണം തന്നെ അത് തന്നെയാണ്. ഗൗതം എന്നെ ഒരുപാട് സ്നേഹിക്കണം, എന്നെ ഒരുപാട് ചേർത്ത് നിർത്തണം. അതിനു വേണ്ടിയാ ഞാൻ ഗൗതത്തിൻ്റെ കുഞ്ഞിനെ എൻ്റെ വയറ്റിലിപ്പോൾ ചുമന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഗൗതം, എൻ്റെ റൂമിലേക്കൊന്ന് ഗൗതത്തിന് വരാനായിട്ട് പാടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തിൻ്റെ ആ പഴയ ഓർമ്മകളെല്ലാം നമ്മുടെ പിങ്കിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി വരികയാണ്. ആ സമയത്താണ് ദേ വരുന്നു നമ്മുടെ ഗൗതം. ഗൗതം നമ്മുടെ പിങ്കിയുടെ ആ കണ്ണാടിയുടെ ഫ്രണ്ടിലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കിക്ക് ഭയങ്കര ഒരു സന്തോഷം. പിങ്കി അവിടെ നിന്ന് ചാടി എണീറ്റ് ഗൗതം 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 വന്നോ എന്ന് ചോദിക്കുകയാണ്. ആ, പിന്നെ എനിക്ക് വരാതിരിക്കാനായിട്ട് പറ്റില്ലോ. പിന്നെ എന്താ ഗൗതം, ഗൗതം എന്താ വന്നത്? അല്ല, പിങ്കിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും വേണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. അല്ല, പിങ്കി എന്തോ ആലോചനയിലായിരുന്നല്ലോ. ആ, നല്ല നല്ല ഓർമ്മകളൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ചീത്ത ഓർമ്മകളൊന്നും ആലോചിക്കാറില്ല ഗൗതം. അത് നല്ല കാര്യം പിങ്കി. നല്ല ഓർമ്മകൾ മാത്രം മതി. നല്ല ഓർമ്മകൾ ഒരുപാട് ആലോചിച്ചോളൂ, അതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പം നമ്മുടെ പിങ്കി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഗൗതം എനിക്കിപ്പോൾ അർജുൻ്റെ ഓർമ്മകളെല്ലാം ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മരിക്കാനേ തോന്നുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഗൗതത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കാറ്. എന്നാലേ എന്നെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുള്ളൂ. ഇത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പം നമ്മുടെ ഗൗതം ചോദിക്കണം, എന്താ പിങ്കി, പിങ്കി എന്താ ആലോചിക്കുന്നത്? അല്ല, ഗൗതം എനിക്ക് അനുവാദം തന്നല്ലോ, നല്ല നല്ല ഓർമ്മകൾ ഓർത്തോളാൻ പറഞ്ഞുണ്ട്. എന്താ പിങ്കി, താൻ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏയ്, ഒന്നുമില്ല. ഞാനിനി ചീത്ത ഓർമ്മകളൊന്നും ഓർക്കില്ല. നല്ല ഓർമ്മകൾ മാത്രമായിരിക്കും എൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി വരുന്നത്. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. അല്ല ഗൗതം പറഞ്ഞല്ലോ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നതെന്ന്. അതെ, എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത്. അല്ല, എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിലോ? ഉണ്ടോ? എങ്കിൽ പറ, എന്താണ് പിങ്കിയുടെ ആവശ്യം? അത് പറഞ്ഞാലും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അതെ, എനിക്കിപ്പോൾ ഒരു ഐസ്ക്രീം തിന്നണമെന്ന് ആഗ്രഹമുണ്ട്. ഐസ്ക്രീമോ? ഈ വെളുപ്പാങ്കാലത്തെയോ? എന്തിനിപ്പോൾ ഐസ്ക്രീം തരുന്നത്? ഇതെൻ്റെ ആഗ്രഹമല്ലെന്നേ, വയറ്റിൽ കിടക്കുന്ന ഗൗതത്തിൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹമാണ്. അവനിങ്ങനെ ഓരോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഇപ്പം തിന്നാൻ തോന്നുന്നത് ഐസ്ക്രീമാണ്. അതുകൊണ്ട് ഗൗതം എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരാമോ? പിന്നെന്താ, മേടിച്ചു തരാമല്ലോ. ഇത് കേട്ട പിങ്കിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അല്ല, ഏത് ഫ്ലേവറാണ് വേണ്ടത്? ഇപ്പോൾ എനിക്ക് വേണ്ടത്, ഇവൻ ഓരോ ദിവസം ഓരോന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് പിങ്കി വയറ്റിലൊന്ന് തടകിയതിന് ശേഷം ഇപ്പം ഇവൻ പറയുന്നത് വാനില ഫ്ലേവർ വേണമെന്നാ. അതുകൊണ്ട് എനിക്ക് വാനില ഫ്ലേവർ മതി. ഓക്കെ, ഡൺ, ഞാൻ വാനില ഫ്ലേവർ മേടിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോവുകയാണ്. ഗൗതം പോയി കഴിഞ്ഞപ്പോഴും നമ്മുടെ പിങ്കി ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. ഇനിയിപ്പോൾ ഗൗതം ഐസ്ക്രീം കൊണ്ട് വരുമല്ലോ എന്നൊക്കെ ആലോചിച്ച് വളരെയേറെ സന്തോഷത്തിലേക്ക് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അരുന്ധതിയാണ്. അപ്പോൾ അരുന്ധതിയാണെങ്കിൽ അതിലേറെ സന്തോഷത്തിൽ, കാരണം ഇന്ത്യവരത്തിൽ ഒരു അനന്തരാവകാശി പറക്കാനായിട്ട് പോവുകയാണല്ലോ. അതിലേറെ സന്തോഷത്തിൽ നിൽക്കുകയാണ് നമ്മുടെ അരുന്ധതി അമ്മായി. അപ്പോഴാണത് ലക്ഷ്മി വരുന്നത്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, ഇതെന്താ ഏട്ടത്തി മാലയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടല്ലോ, ഇതെന്താ നോക്കുന്നത്? ഇത് മാലയല്ല ലക്ഷ്മി, ഇതൊരു അരഞ്ഞാണാണ്. അരഞ്ഞാണോ? ആർക്ക് വേണ്ടി? അങ്ങനെ ഇത് ചോദിച്ചാൽ അവർക്ക് വേണ്ടിയെന്നല്ല എന്ന് പറയുകയാണ്. ഇതൊന്ന് നോക്കി ലക്ഷ്മി, നീ ഒന്ന് നോക്ക്. കൊള്ളാം, പക്ഷേ പഴയ ഫാഷനാണല്ലോ. അതെ, അത് പഴയ ഫാഷൻ തന്നെയാണ്. അതെന്താ പഴയ ഫാഷൻ? ഇതേ 24 വർഷമായി എൻ്റെ കയ്യിലിരിക്കുന്നു. അല്ല, ഇത് ആരുടെയാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും, നിനക്കറിയാൻ പാടില്ലേ ഞാനൊരു അബോഷനായ കാര്യം? പക്ഷേ അബോഷന് ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുട്ടിക്ക് വേണ്ടി കരുതി വെച്ചതാണ് ഞാൻ ഈ അരഞ്ഞാണം. പക്ഷേ ദൈവവിധി എന്ന് പറയാം, എനിക്ക് ആ ഭാഗ്യം ലഭിച്ചില്ല ലക്ഷ്മി. ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നില്ലേ? നമ്മുടെ അർജുനെ പോലൊരു കുഞ്ഞ് ഈ വീട്ടിൽ പിറക്കും. അവന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ അരഞ്ഞാണം കരുതി വെച്ചിരിക്കുന്നത്. എനിക്കുറപ്പാ ഈ വീട്ടിൽ ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞ് തന്നെയായിരിക്കും, നമ്മുടെ അർജുനെ പോലെ തന്നെ. അർജുൻ്റെ 2ാം ജന്മം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്ക് ആകെ ഒരു ടെൻഷൻ തോന്നുകയാണ്. ലക്ഷ്മിയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. എന്താ ലക്ഷ്മിക്ക് എന്തു പറ്റി? ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഒന്നുമില്ല ഏട്ടത്തി, ഒരു കാര്യം ഞാൻ പറയാം, ഒരു സത്യാവസ്ഥ. എനിക്കിനിപ്പോൾ മനസ്സിലേക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഇതൊക്കെ വെച്ച് പുലർത്താനായിട്ട് പേടിയാ. ദൈവം എന്താണ് നമുക്ക് വിധിച്ചേക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ദൈവം ചിലപ്പോൾ നമുക്ക് സങ്കടമായിരിക്കും, സന്തോഷമായിരിക്കും, അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. അതുകൊണ്ട് എനിക്ക് പേടിയായിട്ടെത്തി. ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങളും ആഗ്രഹിക്കാറില്ല, അതൊക്കെ ഞാൻ നിർത്തിവെച്ച കാര്യങ്ങളാണ്. അപ്പോൾ
ലക്ഷ്മിയുടെ ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതിക്കും ആകെ പേടി തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കിയെ തന്നെയാണ്. അപ്പോൾ പിങ്കി ആണെങ്കിൽ ഈ ഗൗതത്തെ സ്വപ്നം കണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് ഗൗതം ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരുന്നത്. പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ആഹാ, ഗൗതം വന്നോ? ഇത്ര നേരത്തെ പെട്ടെന്ന് തന്നെ വന്നല്ലോ ഗൗതം. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ഒരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് പറ്റുമോ? ദേ ഐസ്ക്രീം ഉണ്ട് കയ്യിൽ. ഓഹോ, അപ്പോൾ ഗൗതം തന്നെ സമ്മതിച്ചു അല്ലേ ഞാൻ ഗൗതത്തിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണെന്ന്? പിന്നെ അതല്ലേ സത്യാവസ്ഥ. ആ സത്യാവസ്ഥ ഏതായാലും എനിക്ക് പറയാതിരിക്കാനായിട്ട് പറ്റുമോ? എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ. അപ്പം ഇത് കേട്ടപ്പോഴേക്കും പിങ്കിക്ക് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ്. ദേ ഇത് കണ്ടോ, ഇതിൽ ഏത് ഫ്ലേവറാണ് വേണ്ടത്? എനിക്ക് അല്ല, ഗൗതത്തിന് ഏത് ഫ്ലേവറാണ് ഇഷ്ടം? എനിക്ക് വാനില ഫ്ലേവറാണ് ഇഷ്ടം. എങ്കിൽ പിന്നെ എനിക്കും വാനില ഫ്ലേവർ തന്നെ മതി. എങ്കിൽ പിന്നെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പിങ്കി ഐസ്ക്രീം എടുത്ത് കോരി കോരി കഴിക്കുകയാണ്. എന്താ ഗൗതം, ഗൗതത്തിന് ഐസ്ക്രീം വേണോ? അപ്പം ഗൗതം അതെ എനിക്ക് ഐസ്ക്രീം വേണമെന്നും പറയുകയാണ്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് കോരി എടുത്ത് നമ്മുടെ ഗൗതത്തിൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ തിന്നതിൻ്റെ ബാക്കി തിന്നാനായിട്ട് ഗൗതത്തിന് നീരസമൊന്നുമില്ലേ? എന്തിനാണ് ഞാൻ നീരസപ്പെടുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ. അപ്പം പിന്നെ ഞാൻ നീരസപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് കേട്ടാ നമ്മുടെ പിങ്കിയുടെ മനസ്സ് വല്ലാതെ കുളിരുകയാണ്. അതെ, ഇനി പിങ്കിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാനത് സാധിച്ചു തരും. ഒരു കുഞ്ഞു വരാൻ പോവുകയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കിയെ ഗൗതം ചേർത്തങ്ങോട്ട് നിർത്തുകയാണ്. പക്ഷേ ഇതെല്ലാം പിങ്കിയുടെ സ്വപ്നം മാത്രമായിരുന്നു. ആ കണ്ണാടിയുടെ മുന്നിലിരുന്ന് നമ്മുടെ പിങ്കി സ്വപ്നം കാണുകയായിരുന്നു. അങ്ങനെ പിങ്കി എണീറ്റ് മനസ്സിൽ ഭയങ്കര പ്രണയമാണ്. അങ്ങനെ പ്രണയിച്ച് ആ ഒരു പൊട്ടക്കെടുത്ത് തൊടുകയാണ് നമ്മുടെ പിങ്കി. അപ്പോൾ ദേ പെട്ടെന്ന് നോക്കുമ്പോൾ കണ്ണാടിയുടെ ഫ്രണ്ടിലായിട്ട് ദേ വന്ന് നിൽക്കും നമ്മുടെ നന്ദയെ കണ്ട പിങ്കി ആണെങ്കിൽ ഞെട്ടി തിരിഞ്ഞ് നോക്കിയാണ്. നീ എന്താ ഇവിടെ? അല്ല, എന്നോട് ഗൗതം സാർ പറഞ്ഞായിരുന്നു പിങ്കിക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെന്ന്, ഐസ്ക്രീം കഴിക്കാനുള്ള ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീമായിട്ട് വന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം എടുത്ത് കൈ കൊടുക്കുകയാണ്. പിങ്കിക്ക് വന്ന അരിശം അത് പറഞ്ഞറിയിക്കാൻ അവിടുത്തെ അരിശം തന്നെയായിരുന്നു. ഇത് ഏത് ഫ്ലേവറാണ്? ദേ പിങ്കി പറഞ്ഞ ഫ്ലേവർ തന്നെയാണ്, വാനില ഫ്ലേവർ. എന്താ അതല്ലേ ഗൗതം സാറോട് പറഞ്ഞു വിട്ടത്? ഗൗതം സാറിന് തിരക്കാണെന്നേ. എന്നിട്ട് ഗൗതമോടെ പോയി? ഗൗതം സാർ ഓഫീസിലേക്ക് പോയെന്നേ. ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ ഓഫീസിലേക്ക് പോയത്. എന്നെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു. ഞാനല്ലേ കുഞ്ഞിൻ്റെ അമ്മ. അപ്പം പിന്നെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് തരണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഐസ്ക്രീമായിട്ട് വന്നത്. എനിക്കിപ്പോൾ വാനില ഫ്ലേവർ അല്ല ആവശ്യം, എനിക്ക് ചോക്ലേറ്റ് ആഗ്രഹം. മനസ്സിലായി കാര്യങ്ങളെല്ലാം. ദേ എനിക്ക് പിങ്കിയുടെ മനസ്സ് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. ദേ അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടാണ് വന്നത്. മുൻകൂട്ടിയോ? പവിത്ര ഇങ്ങോട്ട് വന്നേ പവിത്ര എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പവിത്ര ഒരു പാക്കറ്റായിട്ട് ഇങ്ങോട്ട് വരികയാണ്. ദേ മുൻകൂട്ടി എല്ലാം കരുത്തുകൂട്ടി തന്നെയാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. മുൻകൂട്ടിയോ? അതേന്നേ. ചോക്ലേറ്റ് ഫ്ലേവർ വേണമെന്നല്ലേ പവിത്ര? ആ ചോക്ലേറ്റ് ഫ്ലേവർ ഇങ്ങോട്ട് എടുത്തിട്ടേ. അങ്ങനെ നമ്മുടെ പവിത്ര ആ ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീം എടുത്ത് കൊടുക്കുകയാണ്. ഇത് കണ്ട പിങ്കിയാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായൊരവസ്ഥ. ഒട്ടും പ്രതീക്ഷിച്ചില്ല പിങ്കി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നമ്മുടെ നന്ദയ്ക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്താ ഇതുപോലെ ഇപ്പോൾ സന്തോഷമായില്ലേ? എനിക്കിപ്പോൾ ചോക്ലേറ്റ് ഫ്ലവർ അല്ല ആവശ്യമെങ്കിലോ? ആണോ? എങ്കിലൊരു കാര്യം ചെയ്യാം. ദേ ഈ സഞ്ചി മുഴുവൻ അങ്ങോട്ട് പിടിച്ചോ. ഇതെന്താ? ഇതിൽ ഏതൊക്കെ ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഉണ്ടോ ആ ഫ്ലേവർ മൊത്തം ഈ കവറിനകത്തുണ്ട്. പിങ്കിക്ക് ഏത് ആവശ്യമുണ്ടെങ്കിലും കഴിക്കാം. എനിക്കറിയാം ഈ സമയത്ത് ആഗ്രഹങ്ങളെല്ലാം മാറി മാറി വരുമെന്ന്. അതുകൊണ്ടാ ഞാനിതെല്ലാം മുഴുവനും മേടിച്ചത്. പിന്നെ പവിത്ര, ഈ ചോക്ലേറ്റും വാനിലയും ഏതായാലും പിങ്കിക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നീ തന്നെ കഴിച്ചോ. അപ്പോൾ ഇത് കേട്ട പവിത്രയ്ക്കും സന്തോഷമാവുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദയാണെങ്കിൽ ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ പിങ്കി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഗൗതത്തിനോട് പറഞ്ഞോളൂ. അയ്യോ അതിൻ്റെ കാര്യമൊന്നുമില്ല. ഗൗതം സാർ എന്നോട് പറഞ്ഞിരിക്കുന്നത് പിങ്കിയുടെ കാര്യങ്ങളെല്ലാം നോക്കണമെന്നാ. ഗൗതം സാറെ വിളിച്ച് ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സാധിച്ചെന്നോളാം. എനിക്ക് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പവിത്ര നേരെ പിങ്കിയുടെ അടുത്തേക്ക് വന്നിട്ട്, അതെ പിങ്കി ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ഐസ്ക്രീം ഫുള്ള് അങ്ങോട്ട് തീർത്ത് കളയല്ലേ, ബാക്കിയെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണേ, ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ടേ പിന്നീട് അത് കഴിച്ചോളാം, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് പവിത്രയും ചിരിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ
നമ്മുടെ പിങ്കിക്ക് കാലി സഹിക്കാൻ പറ്റാതെ കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന പിങ്കിയുടെ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും നടന്നില്ലല്ലോ. ഗൗതയെ വരച്ച വരൽ നിർത്താമെന്നാണ് പിങ്കി വിചാരിച്ചത്. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.